ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ജീസസ് കാൽവറി രക്തത്താഴ്ച അറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം മഹത്വം മഹത്വം. കർത്താവേ, അങ്ങേക്ക് സ്തോത്രം അപ്പ, അങ്ങേക്ക് സ്തോത്രം അപ്പ. യേശുവിൻ്റെ രക്തത്താഴ്ചയും ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം 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 മഹത്വം. കർത്താവേ, അങ്ങേക്ക് സ്തോത്രം അപ്പ, അങ്ങേക്ക് സ്തോത്രം അപ്പ, സ്തോത്രം അപ്പ. പ്രൈസ് ദി ലോർഡ് ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താഴ്ചയും യേശുവിൻ്റെ രക്തത്താഴ്ച അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വചന കൂട്ടായ്മയിൽ കർത്താവിൻ്റെ തിരുവചനം കുറിച്ചുവാനായി ദൈവമായ കർത്താവ് അടിയനൊരുക്കി തന്ന നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവൽപ്പം ഒന്ന് താമസിച്ചത് കൊണ്ട് ഇങ്ങനെ ഒരു നല്ല സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ദാനമായി തന്നു. നമുക്ക് ദൈവത്തിന് വീണ്ടും സ്തുതിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ഒരു കാര്യം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സംഭവ ബഹുലമായ ഒരു ലോകത്തിലായിരുന്നു നിങ്ങളും ഞാനും ഒക്കെ. എത്രയോ അനിഷ്ട സംഭവങ്ങൾ, എത്രയോ കാര്യങ്ങളാണ് നമുക്ക് കേട്ടുകൊണ്ടിരുന്നത്. പത്രമാധ്യമത്തിലൂടെയും അല്ലാതെയും ഒക്കെ നാം വാർത്തകളും മറ്റുമൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഞെട്ടിപ്പിക്കുന്ന വലിയ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവമക്കളായിരിക്കുന്ന നമ്മെ ദൈവം അവിടെ ഇവിടെയായി പരിപാലിക്കുന്നുവല്ലോ. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ஆண்டவரின் இரட்சகருமாக இயேசு கிறிஸ்துவின் இணையற்ற நாமத்தில் அன்பின் வாழ்த்துதலை நான் தெரிவித்துக் கொள்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, நம் ஆண்டவராகிய இயேசு சீக்கிரமாக வரப்போகிறார். எத்தனை பேர் ஆயத்தமாய் இருக்கிறீர்கள்? அவருடைய காலச்சத்தம் கேட்கிறதான தினங்கள் வெகு சீக்கிரமாக உண்டு பிரியமானவர்களே. ஆனபடினாலே நமக்கு கிடைக்கிறதான நேரங்கள் கர்த்தரை துதிக்கும்படியாக அர்ப்பணிப்போடு இந்நாளுகளாக நாம் கர்த்தருடைய சமூகத்தில் வருவோம். கர்த்தர் உங்களை அனைவரையும் ஆசீர்வதிப்பாராக. பிரைஸ் தி லார்ட். நமக்கு ஒரு புதிய ஒரு கன்னட சாங் என்று நான் பாட இருக்கிறேன். நீங்களும் என்னோடு சேர்ந்து தேவனை மகிமைப்படுத்தும்படியாக உங்களை நான் அன்போடு அழைக்கிறேன். பிரியமானவர்களே, 2-3 பேர் எங்கிருந்தால் அவர் மத்தியே நான் உண்டு என் ஆண்டவர் சொன்னார். நிச்சயமாகவே என்னோடு கூட பேசுகிற தேவன் உங்களோட பேச வல்லவராக இருக்கிறார். பிரியமானவர்களே, ஜெபத்தோடு கூட கர்த்தருடைய சமூகத்தில் வருவோம். கர்த்தர் உங்களை அனைவரையும் ஆசீர்வதிப்பாராக. பிரைஸ் தி லார்ഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു കന്നഡ സോങ് ഒന്ന് പാടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പാട്ട് ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. യഥാർത്ഥമായിട്ട് പാടാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചിരിക്കരുത്. കാരണം എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. എങ്കിലും പാടുവാനുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ആ പാട്ട് പാടണം. ദൈവത്തെ സ്തുതിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളും ചേർന്ന് എന്നോടുകൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരെയും ദൈവസന്നിധിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. എനിക്ക് ഇങ്ങനെ ഒരു വചന ശുശ്രൂഷയ്ക്ക് സന്ദർഭം ഒരുക്കി തന്ന പ്രിയ സാജി ബ്രദറിനോടും കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ನಿನ್ನ ಬಿಟ್ಟು ನಾ ಏನೋ ಮಾಡಲಿ, ನಿನ್ನ ಬಿಟ್ಟು ನಾ ಎಲ್ಲಿಗ ಹೋಗಲಿ, ನಿನ್ನ ಬಿಟ್ಟು ನಾ ಏನೋ ಮಾಡಲಿ, ನಿನ್ನ ಬಿಟ್ಟು ನಾ ಎಲ್ಲಿಗ ಹೋಗಲಿ, ನೀನೇ ನನ್ನ ದುರ್ಗವಂ ಆಶ್ರಯವಾಗಿದೆ, ನಿನ್ನ ನನ್ನ ರಕ್ಷಣೆಯು ದುರ್ನಿಯುಮಾಗಿದೆ, ನಿನ್ನ ನನ್ನ ದುರ್ಗವಂ ಆಶ್ರಯವಾಗಿದೆ, ನೀನೇ ನನ್ನ ರಕ್ಷಣೆಯು ದುರ್ನಿಯುಮಾಗಿದೆ, ನಿನ್ನ ಬಿಟ್ಟು ನಾ ಏನೋ ಮಾಡಲಿ, ನಿನ್ನ ಬಿಟ್ಟು ನಾ ಎಲ್ಲಿಗ ಹೋಗಲಿ, ನಿನ್ನ ಬಿಟ್ಟು ನಾ ಏನೋ ಮಾಡಲಿ,
ನಿನ್ನ ಬಿಟ್ಟು ನಾ ಎಲ್ಲಿಗ ಹೋಗಲಿ, ನಂತಿಡುವೆ ಜೀವ ಭಾಗ್ಯವ ನಮ್ಮ ಬಾಯಲ್ಲಿ ಪಿಪ್ಪು, ಹೊಸ ಸಿಪ್ಪೆ ನೀರೇ ನಮ್ಮ ನಡೆಸಿಡುವೆ. ನಿನ್ನ ಬಿಟ್ಟು ನಾ ಏನು ಮಾಡಲಿ, ನಿನ್ನ ಬಿಟ್ಟು ನಾ ಎಲ್ಲಿಗ ಹೋಗಲಿ, ನಿನ್ನ ಬಿಟ್ಟು ನಾ ಏನು ಮಾಡಲಿ, ನಿನ್ನ ಬಿಟ್ಟು ನಾ ಎಲ್ಲಿಗ ಹೋಗಲಿ. ಸಾಲಗಳಲ್ಲಿ ನಾನು ಕೇಡಾರುವಾಗ ತಂದೆಯಾಗಿ ಬಂದು ನನ್ನ ಬಿಡಿಸಿದನು. ಸಾಲಗಳಲ್ಲಿ ನಾನು ಕೇಡಾರುವಾಗ ತಂದೆಯಾಗಿ ಬಂದು ನನ್ನ ಬಿಡಿಸಿದನು. ರೋಗಡ ಮಂಚದಲ್ಲಿ ಮಾಲಗಿರುವಾಡ ವೈದ್ಯನಾಗಿ ಬಂದು ಹೊಸ ಶಕ್ತಿ ನೀಡಿದೆ. ರೋಗಡ ಮಂಚದಲ್ಲಿ ಮಾಲಗಿರುವಾಗ ವೈದ್ಯನಾಗಿ ಬಂದು ಹೊಸ ಶಕ್ತಿ ನೀಡಿದೆ. ನಿನ್ನ ಬಿಟ್ಟು ನಾ ಏನೋ ಮಾಡಲಿ, ನಿನ್ನ ಬಿಟ್ಟು ನಾ ಎಲ್ಲಿಗ ಹೋಗಲಿ, ನಿನ್ನ ಬಿಟ್ಟು ನಾ ಏನೋ ಮಾಡಲಿ, ನಿನ್ನ ಬಿಟ್ಟು ನಾ ಎಲ್ಲಿಗ ಹೋಗಲಿ. ಹಲ್ಲೆಲೂಯ ಹಾಡಿ ನಾನು ಆರಾಧಿಸುವೆ, ಕೈತಾಳ ತಟ್ಟಿ ನಾನು ಕೊಂಡಾಡುವೆನು. ಹಲ್ಲೆಲೂಯ ಹಾಡಿ ನಾನು ಆರಾಧಿಸುವೆ, ಕೈತಾಳ ತಟ್ಟಿ ನಾನು ಕೊಂಡಾಡುವೆನು. ದೈವ ಬಿಟ್ಟಾನೆ ನಾನು ಆರಾಧಿಸುವೆ, ಆತ್ಮನಿಂದ ಸತ್ಯನಿಂದ ಆರಾಧಿಸುವೆ. ದೈವ ಬಿಟ್ಟಾನೆ ನಾನು ಆರಾಧಿಸುವೆ, ಆತ್ಮನಿಂದ ಸತ್ಯನಿಂದ ಆರಾಧಿಸುವೆ. ನಿನ್ನ ಬಿಟ್ಟು ನಾ ಏನೋ ಮಾಡಲಿ, ನಿನ್ನ ಬಿಟ್ಟು ನಾ ಎಲ್ಲಿಗ ಹೋಗಲಿ, ನಿನ್ನ ಬಿಟ್ಟು ನಾ ಏನೋ ಮಾಡಲಿ, ನಿನ್ನ ಬಿಟ್ಟು ನಾ ಎಲ್ಲಿಗ ಹೋಗಲಿ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവരും ഇരിക്കുന്ന ഇടത്ത് ഒരു നിമിഷം കണ്ണുകളെ ഒന്ന് അടച്ചട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പ ഈ വൈകിയ വേളയിൽ അപ്പച്ച അങ്ങയുടെ സന്നിധാനത്തിലേക്ക് അടിയങ്ങൾ അടുത്തു വരട്ടെ കർത്താവേ. വചനവുമായി അടുത്തു വരുന്നു കർത്താവ്. ഇന്നത്തെ വചനത്തെ വാഴ്ത്തി അനുഗ്രഹിച്ച് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് മുൻപിൽ താണിരിക്കുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ. വേദനയോട് ദുഃഖത്തോട് ഭാരത്തോടു കൂടെ ആരെങ്കിലും വചനത്തിന് മുൻപിലായിരിക്കുന്നു എങ്കിൽ ഇന്നത്തെ വചനം അവർക്കൊരു ആശ്വാസവും വിടുതലുമായി മാറണം. കൃപയ്ക്കുള്ളിൽ അപ്പച്ചൻ പൊതിയണമേ, രക്തത്താൽ എല്ലാവരും കഴുകി മുദ്രയിട്ടാട്ട് കർത്താവേ. ഹല്ലേലൂയ. അൽഫയും ഒമേഗയുമായവൻ, ആദ്യനും അന്ത്യനും ഒന്നാമത്തനും ഒടുക്കത്തവനുമായ സർവ്വവല്ലഭനായ കർത്താവിന്റെ ഒരു വലിയ സാന്നിധ്യം കർത്താവെ ഇറങ്ങി വരട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കുള്ളിൽ അപ്പച്ചൻ പൊതിഞ്ഞാട്ട് കർത്താവ് സകലരെയും അനുഗ്രഹിച്ചു മാനിക്കണം. അടിയനെ പൊടിയോളം താഴ്ത്തുന്നു, കൃപയാൽ നിറച്ചട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇന്നും കർത്താവിന്റെ വചനവുമായി നിൽപ്പാൻ കർത്താവ് സഹായിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്രയോ സമ്പന്നന്മാർ, എത്രയോ ശ്രേഷ്ഠന്മാരൊക്കെയും മരിച്ച് മൺമറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോഴും കർത്താവിന്റെ വലിയ സ്നേഹവും കരുതലും കാണുവാൻ ദൈവം നമ്മെ സഹായിച്ചു. നമ്മളായിരുന്ന സ്ഥാനങ്ങളിൽ കർത്താവ് ഭദ്രമായി നമ്മളെ സൂക്ഷിച്ചു. കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ പ്രിയരെ. നമ്മുടെ ആരുടെയും മിടുക്കോ കഴിവോ അന്തസ്തോ
സ്റ്റേറ്റസോ അഭിമാനമോ നമ്മുടെ ആരുടെയും ഡിഗ്രീസോ പ്രോപ്പർട്ടീസോ കുലമഹിമയോ ഒന്നും നമുക്ക് പറയുവാനില്ല. പിന്നെയോ അപ്പന്റെ ദയവ് മാത്രമാ, അപ്പന്റെ കൃപ മാത്രമാ. ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവങ്ങളെ, ഇന്ന് ഒരല്പ നിമിഷം തിരുവചനമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഇറങ്ങി വരുന്ന ദൈവിക സാന്നിധ്യത്തെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില നേരങ്ങളിൽ നമുക്കേയും ദുഃഖിതരാണ്. കഷ്ടങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ, ഈശാനമുലൻ കാറ്റ് 4 സൈഡിൽ നിന്നും ആഞ്ഞടിക്കുന്ന വേളയിൽ എന്റെ പ്രിയരെ, ആരെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കാത്തവരുണ്ടോ എന്റെ പ്രിയരെ? ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു തരത്തിൽ എന്നെ ഒന്ന് സഹായിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നവരാ നാം എല്ലാവരും. അതല്ലാത്ത പക്ഷം കർത്താവിന്റെ ഒരു സ്നേഹം, ദൈവത്തിന്റെ ഒരു കരുണ, ആ ഒരു സാന്നിധ്യത്തിനായി നമുക്കോട് കരയുന്നവരാ, നിലവിളിക്കുന്നവരാ. എന്റെ അപ്പ, എന്റെ വേദന കർത്താവ് അറിയുമല്ലോ, എന്നോട് കർത്താവ് ഇടപെടണമേ എന്ന് ചിന്തിക്കുന്നവരാ. അങ്ങനെ ചിന്തിക്കാത്തവരാരെങ്കിലും ഉണ്ടോ എന്റെ പ്രിയരെ? ഇന്നത്തെ ഈ വചനത്തിന് മുൻപിൽ എല്ലാവരും ഒന്ന് താഴ്ത്തി സമർപ്പിച്ചാട്ടെ. കർത്താവ് നമ്മളോട് ഇടപെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പ്രിയ ദൈവങ്ങളെ, ഇന്നത്തെ നമ്മുടെ വചന ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വേദഭാഗം വായിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. യെശയ്യാ പ്രവചനം 64-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളെ നമുക്കിവിടെ വായിക്കാം. അയ്യോ, ജാതികൾ തിരുമുൻപിൽ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുൻപിൽ ഉരുകി പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവം ഇറങ്ങി വന്നാൽ സംഭവിക്കുന്ന ചില വിഷയങ്ങളെ കുറിച്ചാണ് ഇവിടെ നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. അതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പ്രിയരെ, ഇങ്ങനെയാണ് കാണുന്നത്. ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾ തിരുമുൻപിൽ ഉരുകിപ്പോകുകയും ചെയ്തുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, എന്റെ ദൈവമേ, അങ്ങന്റെ അരികിലേക്ക് ഒന്ന് ഇറങ്ങി വന്നാൽ മതിയായിരുന്നു. എന്റെ കർത്താവേ, അങ്ങിറങ്ങി വന്നിരുന്നെങ്കിൽ എന്റെ വിഷയത്തിനൊരു പരിഹാരം കണ്ടേനമായിരുന്നു. എന്റെ അപ്പ, അങ്ങ് എന്നോടൊരു മിനിറ്റ് ഒന്ന് സംസാരിച്ചിരുന്നുവെങ്കിൽ എന്റെ പ്രശ്നം തീർന്നേനമായിരുന്നു, എന്റെ വേദന മാറിക്കിട്ടിയനമായിരുന്നു, എന്റെ ദുഃഖം മാറിയേനമായിരുന്നു, എന്റെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ ഒക്കെയും പരിഹരിക്കാമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് നാം എല്ലാവരും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവ പൈതലേ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങൾ വിശ്വാസത്തോടെ, ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഒന്ന് വിളിച്ചു പറഞ്ഞാട്ടെ, എന്റെ ദൈവം സ്വർഗം തുറന്ന ഇന്ന് ഈ വൈകിവേള എന്റെ അരികിലേക്ക് ഇറങ്ങി വരുന്ന ദിവസമാണ്. ദുഃഖത്തോടെ, വേദനയോടുകൂടി, ഭാരത്തോടുകൂടി ആയിരിക്കുന്നുവോ സഹോദര? ഹല്ലേലൂയ. ഉറക്കെ വിശ്വാസത്തോടെ ഒന്ന് വിളിച്ചു പറഞ്ഞാട്ടെ, എന്റെ ദൈവം സ്വർഗം തുറന്ന എന്റെ അരികിലേക്ക് ഇറങ്ങി വരുന്ന ദിവസമായി എന്ന്. നമുക്കറിയാം, സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, ഞാൻ താണതായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിലുമായിരുന്നു എന്ന്. എന്നാൽ എന്റെ പ്രിയരെ, സങ്കടത്തിൽ എന്റെ ദൈവം താണതായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും എന്ത് ചെയ്തു? ഇറങ്ങി വന്നു എന്ന് സങ്കീർത്തനക്കാരൻ വ്യക്തമാക്കുകയാണ്. ചില ഭക്തന്മാരുടെ ജീവിതത്തിൽ ഇറങ്ങി വന്ന ദൈവിക സാന്നിധ്യത്തെ കുറിച്ച് എന്റെ പ്രിയരെ നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ദാനിയേലിനോട് ചോദിച്ചാൽ, ദാനിയേലിന്റെ ജീവിതത്തിൽ ദാനിയേലിന്റെ ജീവിതത്തിൽ ദാനിയേലിനോട് ചോദിക്കാം, ദാനിയേൽ, ദൈവം എവിടെ വരെ ഇറങ്ങി വരുമെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, ദാനിയേൽ പറയും, എന്ത് പറയുന്നറിയുമോ? സിംഹങ്ങളുടെ ഗുഹ വരെയും ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമെന്ന് പറയും. ഹല്ലേലൂയ. പ്രിയരെ, ശാദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനോട് ഹല്ലേലൂയ ചോദിക്കാം, ശാദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവേ, ദൈവത്തിന്റെ സാന്നിധ്യം എവിടെ വരെ ഇറങ്ങി വരുമെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ അവർ പറയും, ഹല്ലേലൂയ, 7 മടങ്ങ് അഗ്നി വർദ്ധിപ്പിച്ച അഗ്നി ചൂളയ്ക്കകത്തും എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരും. ദൈവമക്കൾ ഇരിക്കുന്ന ഇടത്ത് ആമേൻ പറഞ്ഞു തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസിനോട് പൗലോസിനോട് ചോദിച്ചാൽ, ഹല്ലേലൂയ, പത്രോസേ, പൗലോസേ, എവിടെ വരെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമെന്ന് ചോദിച്ചാൽ അവർ പറയും, കാരാഗ്രഹത്തിന്റെ ഇരുമ്പഴിക്കുള്ളിൽ വരെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരും. ഹല്ലേലൂയ. യോഹന്നാനോട് നമുക്ക് ചോദിക്കാം, യോഹന്നാൻ, ഹല്ലേലൂയ,
പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ ആയിരുന്നപ്പോൾ ആ യോഹന്നാനോട് നമുക്കൊന്ന് ചോദിക്കാം. യോഹന്നാൻ എന്താണ് മറുപടി പറയുവാനുള്ളത്? പത്മോസിൽ ഈജിയൻ കടൽ ഇടുക്കുകളിലെ കനിതിവുകൾക്കുള്ളിൽ അവിടെയും ദൈവിക സാന്നിധ്യം ഇറങ്ങി വരുമെന്ന് ദൈവമക്കളെ യോഹന്നാൻ വ്യക്തമായി വിളിച്ചു പറയും. ഇസ്രായേലിലെ ദൈവം എപ്പോഴാണ് ഇസ്രായേലെ ദൈവം ഇറങ്ങി വരുന്നതെന്ന് ഇസ്രായേലിനോട് ചോദിച്ചാൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് സീനായ് പർവ്വതത്തിന്റെ അടിവാരത്ത് വരെ ദൈവിക സാന്നിധ്യം ഇറങ്ങി വരുമെന്ന് തന്നെ വിളിച്ചു പറയും. ദൈവമക്കളെ, പർവ്വതം കത്തുന്നത് പോലെ, മലകൾ പുകയുന്നത് പോലെ അന്ധതമസിന്റെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവിക സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അബ്രഹാമിനോട് ചോദിക്കാം, അബ്രഹാം ദൈവം എവിടെ വരെ ഇറങ്ങി വരുമെന്ന് ചോദിച്ചാൽ അബ്രഹാം പറയും, മൃഗങ്ങളെ പിളർന്ന് ദൈവത്തിനായി ഞാൻ കാത്തിരുന്നു, എന്റെ മേലൊരു ഗാഢനിദ്ര വന്നു. പ്രൈസ് ദി ലോർഡ്. സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായപ്പോൾ ദൈവം ഒരു തീപ്പന്തമായി, ഗ്ലോറി ഹല്ലേലൂയ, ദൈവം ഒരു തീപ്പന്തമായി ഇറങ്ങി വന്നു എന്ന് അബ്രഹാം പറയും. പ്രിയ ദൈവമക്കളെ, ഏലിയാവിനോട് ചോദിക്കാം. ഹല്ലേലൂയ. ഭക്തനായ ഏലിയാവിനോട് ചോദിച്ചാൽ ഏലിയാവിന് പറയുവാനുള്ളത്, എണ്ണമറ്റ ഇസ്രായേൽ ജനതയുടെ നടുവിൽ ബാലിന്റെ പ്രവാചകന്മാർ ഹല്ലേലൂയ രക്തപ്പുഴ ഒഴുക്കിക്കൊണ്ട് ഭീഷണിപ്പെടുത്തുമ്പോൾ ഹല്ലേലൂയ ഇടിഞ്ഞ യാഗപീഠങ്ങളെ പണിത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്റെ ദൈവം യാഗപീഠത്തിന്മേൽ ഇറങ്ങി വന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. തീർന്നിട്ടില്ല ദൈവമക്കളെ. മരിച്ചാൽ മതി എന്ന് ചിന്തിച്ചുകൊണ്ട് ഹല്ലേലൂയ താൻ ക്ഷീണിതനായി ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ അവിടെയും ദൈവിക സാന്നിധ്യം ഇറങ്ങി വന്നു എന്ന് ഏലിയ വ്യക്തമായി വിളിച്ചു പറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ പൈതലെ, ഗുഹയ്ക്കകത്ത് കയറുമ്പോഴും ദൈവം അവിടെയും ഹല്ലേലൂയ ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം, മരുഭൂമിയിൽ ഹാഗറിനോട് ചോദിച്ചാൽ പറയും, ഹാഗറിന് പറയുവാനുള്ളത്, സകലരും ഉപേക്ഷിച്ചപ്പോൾ പ്രതിസന്ധിയുടെ നടുവിൽ മുമ്പോട്ട് പോകുവാൻ കഴിയാതെ നീറി പുകയുമ്പോൾ എന്നെ കാണുന്നവൻ എന്നെ കണ്ടു. പ്രൈസ് ദി ലോർഡ്, എന്റെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു എന്ന് ഹാഗർ പറയും. ഇന്ന് ഹല്ലേലൂയ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, ശദ്രാക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും തീച്ചൂളയേക്കാൾ വലിയ കഷ്ടതയാണോ നിന്റെ മുൻപിലുള്ളത്? ഹല്ലേലൂയ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ദാനിയേലിന്റെ സിംഹക്കുഴിയേക്കാൾ ഹല്ലേലൂയ വലിയ കഷ്ടതയാണോ കുഞ്ഞെ താങ്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഒന്ന് വിശ്വാസത്തോടെ ഉറക്കെ പറഞ്ഞാട്ടെ, എന്റെ ദൈവത്തിന് എന്റെ അരികിലേക്ക് ഇറങ്ങി വരുവാൻ കഴിയും. ഹല്ലേലൂയ. ഇരിക്കുന്ന ഇടത്തെ ദൈവജനം വിശ്വാസത്തോടെ, ഉറപ്പോടെ, പ്രത്യാശയോടുകൂടെ ഒന്ന് വിളിച്ചു പറഞ്ഞാട്ടെ, ഹല്ലേലൂയ, ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവം എന്റെ കഷ്ടതയിൽ എന്നോടുകൂടെ ഇറങ്ങി വരും. എന്റെ കഷ്ടതയെ മാറ്റിത്തരുന്ന ഒരു ദൈവമാ. ഞാൻ വിളിച്ചാൽ, ഞാൻ നിലവിളിച്ചാൽ എന്നോട് സംസാരിക്കുന്ന ദൈവമാ. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അതിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കണ്ടു, ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ നീ പ്രവർത്തിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ, പ്രിയരെ, ഭയങ്കര കാര്യങ്ങളായിരുന്നു പ്രവർത്തിച്ചത് എന്നാണ് അതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, ദൈവം ഒരു വ്യക്തിയിൽ ഇറങ്ങി വന്നാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു അതായത് മാനുഷിക ബുദ്ധിക്ക് അപ്പുറത്ത്, ചിന്താശേഷിപ്പുകൾക്ക് അപ്പുറമായി നീ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലപ്പോഴും നാം പ്രാർത്ഥിച്ചിട്ട് പറയും, പലരും പറയാറുണ്ട്, എന്താ പറയുന്നറിയാമോ? എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല, എന്റെ പ്രാർത്ഥനയ്ക്ക് മാത്രം കർത്താവ് മറുപടി തരാറില്ല എന്ന. നോക്കണം ദൈവ പൈതലേ, ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ദൈവം നമ്മിലേക്ക് ഇറങ്ങി വരുമ്പോഴാ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നത്. കർത്താവ് നമ്മിലേക്ക് ഇറങ്ങി വരുമ്പോൾ മാത്രമേ എന്തെങ്കിലുമൊക്കെ സംഭവിക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന് മാറ്റം വരികയുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, ആ വ്യക്തിയെ മറ്റുള്ളവരിൽ നിന്ന് ഹല്ലേലൂയ വ്യത്യസ്തനായി
അത്ഭുതമായി കാണപ്പെടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നില്ല എങ്കിൽ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല എങ്കിൽ, കുഞ്ഞേ ഹല്ലേലൂയ, നീ കുറെ കൂടെ കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നീ ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. നിന്റെ ഒരുക്കം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ പോകുന്നത് എന്നതാ നീ അറിഞ്ഞുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. നീ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ചിലരൊക്കെ പറയാറില്ലേ ദൈവമക്കളെ, എന്താ അവർക്കൊക്കെ പൈസ ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ കാറായി, എന്തൊക്കെ കാര്യങ്ങൾ അവർ വാങ്ങിച്ചു കൂട്ടുന്നു, ഈ കാശൊക്കെ എവിടുന്നാ? പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം വ്യക്തമായി വിളിച്ചു പറയട്ടെ, ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ കുഞ്ഞേ, അല്പത്തെ കൊടുത്ത് മാറി അനുഗ്രഹിച്ചിട്ട് മാറിയിരിക്കുന്ന ദൈവം അല്ല നമ്മുടെ ദൈവം. ദൈവം നിന്നെ അനുഗ്രഹിച്ചാൽ ഹല്ലേലൂയ ഇരട്ടി നന്മയായി അനുഗ്രഹിക്കും. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? ദൈവം നിന്നെ അനുഗ്രഹിച്ചാൽ ഹല്ലേലൂയ അതെ ഇരട്ടി നന്മയായി നിന്നെ അനുഗ്രഹിച്ച് മാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തിയിൽ വിചാരങ്ങൾ നിയന്ത്രിക്കുന്നത് തന്നെ അവന്റെ കയ്യിലുള്ള സംഗതി അഥവാ അവന്റെ കയ്യിൽ എന്തുണ്ട് എന്ന് വെച്ചിട്ട് മനുഷ്യൻ അങ്ങനെയാ കണക്കിടുന്നത്. പ്രൈസ് ദി ലോർഡ്. നല്ല ഡ്രസ്സ്, അതുപോലെ ബാങ്ക് അക്കൗണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്റെ പ്രിയരെ, ബാങ്ക് ബാലൻസ് എന്താണെന്നൊക്കെ അതായത് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് അറിയുമ്പോഴാ അവർക്ക് ഭയങ്കരമാണ് ആൾക്കാരാ എന്ന് പറയുന്നത്. എന്നാൽ ദൈവമക്കളെ, നമുക്കറിയാം, വചനം വായിക്കുമ്പോൾ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരിക്കൽ ശൗലും അവന്റെ ദാസനും കടന്നു പോകുമ്പോൾ ഭൃത്യൻ ശൗലിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ ഒരു ദൈവ പുരുഷനുണ്ട്, അവിടേക്ക് നമുക്ക് പോകാം. ശൗലിന്റെ ചിന്ത ഉടനെ എന്താ ഉണ്ടായെന്നറിയാമോ? അവിടെ കടന്നു ചെന്നാൽ ആ ദൈവ പുരുഷന് കൊടുക്കുവാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന് ഹല്ലേലൂയ ശൗൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നാൽ ദൈവമക്കളെ, ഒരു മനുഷ്യന്റെ വിചാരങ്ങളെ നിയന്ത്രിക്കുന്നത് അവന്റെ കയ്യിലുള്ളത് വെച്ചിട്ടാണ്. എന്നാൽ പ്രിയരെ, നിന്റെ കയ്യിലുള്ളതിനേക്കാളിലും അപ്പുറമായി ദൈവത്തിന് നിന്നെ അനുഗ്രഹിച്ച് മാനിക്കുവാൻ കഴിയും. ദൈവത്തിന് നിന്റെ കരങ്ങളിലേക്ക് തരുവാൻ കഴിയുമെന്ന് നിനക്ക് ഹല്ലേലൂയ നിന്റെ കഷ്ടതകളൊക്കെ മാറ്റി തരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ആകയാൽ ദൈവത്തിന്റെ സന്നിധിയിലേക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ. ചിലരൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്ന് അറിയാമോ? എന്റെ കുഞ്ഞിന് വിദേശത്തേക്ക് പോകാനായിട്ട് കഴിയുന്നില്ല, എന്റെ കുഞ്ഞിന് ഗവൺമെന്റ് ജോലി ലഭിക്കുന്നില്ല, ഇങ്ങനൊക്കെ പറഞ്ഞ് പലരും ഭാരപ്പെടുന്നത് കാണുവാനായിട്ട് കഴിയും. പ്രിയ സ്നേഹിത, നിങ്ങളുടെ വിചാരങ്ങളെ ഭരിക്കുന്നത് അത് നിങ്ങളുടെ വിചാരങ്ങളെ ഭരിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. പക്ഷേ ദൈവമാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊള്ളണം. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത സംഭവങ്ങൾ നടക്കുവാൻ തുടങ്ങും, അത്ഭുതങ്ങൾ നടക്കുവാൻ തുടങ്ങും, അതിശയങ്ങൾ നടക്കുവാൻ തുടങ്ങും. ദൈവം നമ്മിലേക്ക് ഇറങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മിലേക്ക് ഇറങ്ങി വരുമ്പോൾ മാത്രമേ ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതം ഹല്ലേലൂയ അത്ഭുതമായി മാറുകയുള്ളൂ. നമുക്കറിയാം, അബ്രഹാമിന്റെ ഹല്ലേലൂയ ദൈവമക്കളെ, അബ്രഹാമിന്റെ മെമ്മറയുടെ തോപ്പിലേക്ക് ദൈവം ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ നമുക്ക് കൊണ്ടുവരാം. പ്രിയ ദൈവമക്കളെ, 3 പുരുഷന്മാർ തന്റെ കൂടാരത്തിന്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി വന്ന ഒരു സാഹചര്യമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അബ്രഹാം വിചാരിച്ച എന്താണെന്ന് അറിയാമോ? 3 പുരുഷന്മാർ തന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നത് ഹല്ലേലൂയ തന്റെ സൽക്കാരം സ്വീകരിച്ച് തന്റെ വൃക്ഷത്തിന്റെ തണലിലൊക്കെ വിശ്രമിച്ചിട്ട് പോകുവാനാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. പ്രിയരെ, അബ്രഹാമിന്റെ വിചാരങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് ദൈവം അബ്രഹാമിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അബ്രഹാം, നിന്റെ ഭാര്യ സാറ എവിടെ? പ്രൈസ് ദി ലോർഡ്. നിന്റെ ഭാര്യ സാറ എവിടെ? പ്രിയരെ, അബ്രഹാം പറഞ്ഞു, കൂടാരത്തിനകത്തുണ്ട്. എന്നാൽ സാറ ഇതൊക്കെ പിന്നിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, പ്രിയരെ, അബ്രഹാമിന്റെ വിചാരങ്ങൾക്കും സാറയുടെ വിചാരങ്ങൾക്കും അപ്പുറമായി ദൈവം ഹല്ലേലൂയ സംസാരിക്കുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് കേട്ട് സാറ എന്തെന്നറിയാമോ? പിന്നിൽ നിന്നുകൊണ്ട് ചിരിച്ചു എന്നാണ് വചനം വായിക്കുന്നത്. ദൈവം സാറയെ വിളിച്ചിട്ട് ചോദിച്ചു, നീ എന്തിനാണ് ചിരിച്ചത് എന്ന്. സാറ പറഞ്ഞു, ഞാൻ ചിരിച്ചില്ല എന്ന്. എന്നാൽ ദൈവം കണ്ടതല്ലേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, ദൈവം പറഞ്ഞു, നീ ചിരിച്ചു എന്ന്. ചിരിച്ചതിന്റെ കാരണം സാറ വൃദ്ധയും അബ്രഹാം വൃദ്ധനുമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, സാറ വൃദ്ധയും അബ്രഹാം വൃദ്ധനുമാണ്. പ്രൈസ് ദി ലോർഡ്. ബയോളജിക്കലി സാറയുടെ ശരീരം ബലഹീനമായി പോയത് കൊണ്ടാണ് ഹല്ലേലൂയ എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം.
തുടങ്ങും. പ്രിയ ദൈവ പൈതലെ, നിന്റെ വയസ്സും നിന്റെ സ്ട്രെങ്തും എല്ലാം നിന്നെ വിചാരിപ്പിക്കുകയാണ്, പല ചിന്തയിലേക്ക് കൊണ്ടുപോകുകയാണ്. എന്നാൽ ദൈവ പൈതലെ 18ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, ദൈവത്തിന് കഴിയാത്ത കാര്യം വല്ലതും ഉണ്ടോ എന്ന്. ദൈവത്തിന് കഴിയാത്ത കാര്യം വല്ലതും ഉണ്ടോ? എന്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവം ഇറങ്ങി വന്നാൽ അല്ലെങ്കിൽ പ്രായം ബലഹീനപ്പെടുത്തിയ വിചാരങ്ങളെ പ്രൈസ് ദി ലോർഡ് മരവിപ്പിച്ച് കളഞ്ഞ വിഷയങ്ങളിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. എവിടെ നീ കുഞ്ഞേ നീ തകർന്നു പോയോ, എവിടെ നീ വീണു പോയോ, ഹല്ലേലൂയ, അവിടെ നിന്നെ ദൈവം ഉയർത്തി മാനിക്കുന്ന ദൈവമാ. പക്ഷേ ദൈവം നിന്റെ വിഷയത്തിലേക്ക് ഇറങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലരെ കണ്ടിട്ടില്ലേ, ചില നിസാര വിഷയങ്ങൾ മതി അവർ ദൈവ വഴി വിട്ടു പോകുവാനായിട്ട്. അവരെല്ലാം എനിക്കിനി പ്രാർത്ഥിക്കാനും വയ്യ, പാടാനും വയ്യ എന്ന് പറഞ്ഞവർ ഓടിപ്പോകുന്നത് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ക്ഷമയോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കുവാൻ കഴിയുമോ കുഞ്ഞേ, നിന്റെ ജീവിതം അത്ഭുതമായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേശത്ത് ഹല്ലേലൂയ ജനങ്ങൾ മൂക്കത്ത് വിരൽ വെക്കുന്നത് പോലെ ആയിരിക്കും ഒരു ദൈവ പൈതലിന്റെ ജീവിതം എന്ന് പറയുന്നത്. അവൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കും, പുഷ്ടി പ്രാപിക്കും. പ്രിയ ദൈവ പൈതലെ, ഹല്ലേലൂയ, ഇരട്ടി 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 നന്മയായി ദൈവം നിന്റെ ദേശത്ത് ഉയർത്തി മാനിക്കുവാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവ മക്കളെ, ഹല്ലേലൂയ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, വിശ്വസിക്കുക, ദൈവം മെമ്മറയുടെ തോപ്പിൽ ഇറങ്ങി വന്നതുപോലെ നമ്മുടെ ഭവനത്തിനകത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ വിചാരങ്ങൾക്കപ്പുറമായി അത്ഭുതങ്ങൾ നടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതം ഒരു അത്ഭുതമായി മാറുവാൻ ഇന്ന് പകൽക്കാലം വചനത്തിന് മുൻപിൽ നമ്മളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. കർത്താവേ, ഹല്ലേലൂയ, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി, അങ്ങയുടെ നാമത്തിന് വേണ്ടി ഞാൻ നിലകൊള്ളുന്ന ഒരു മകനാ. ഹല്ലേലൂയ, കർത്താവിന്റെ വഴിയിലല്ലാതെ എനിക്ക് മറ്റൊരു ജീവിതം വേണ്ട എന്ന് എത്ര പേർക്ക് സമർപ്പണമുണ്ട്, എത്ര പേർക്ക് സമർപ്പണത്തോടു കൂടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയും. പ്രിയ ദൈവ പൈതലെ, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമുക്ക് മറ്റൊരു വേദഭാഗത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സെക്കറിയാവിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സെക്കറിയാവിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, പ്രിയരെ, കൂറിന്റെ നിയമപ്രകാരം ദേവാലയത്തിൽ ശുശ്രൂഷിച്ചിരിക്കുന്ന ഹല്ലേലൂയ ഒരു സെക്കറിയാവിനെയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. താൻ ഹല്ലേലൂയ ദേവാലയത്തിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നു. സെക്കറിയാവ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു, പുറത്തിറങ്ങിയില്ല. ദൈവ പൈതലെ, എന്താണ് പുറത്തിറങ്ങാതിരുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ, ദൈവിക സാന്നിധ്യം, ദൈവമയച്ച ദൂത് തന്റെ അരികിൽ ഇറങ്ങി വന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവിക സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ കുഞ്ഞേ, ജീവിതം അത്ഭുതമായി മാറും. ദൈവിക സാന്നിധ്യം നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ, നാം അല്ല, പിന്നെ ടോട്ടലി നാം മാറിപ്പോകും, നാം ചേഞ്ച് ആകും. പ്രൈസ് ദി ലോർഡ്. ചിലരൊക്കെ കണ്ടിട്ടില്ലേ ദൈവമക്കളെ, സ്നാനപ്പെട്ട് കഴിഞ്ഞാലും അവരുടെ ജീവിതത്തിന് മാറ്റം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. സ്നാനപ്പെട്ട് കർത്താവിനെ ഏറ്റുകൊണ്ട് ജീവിക്കുന്നു എന്ന് പറയും, പക്ഷേ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നില്ല. എന്നാൽ ദൈവ പൈതൽ എന്താണ് അതിന്റെ കാരണം? ദൈവിക സാന്നിധ്യം അഥവാ ദൈവത്തിന്റെ ആ വലിയൊരു പ്രസൻസ് അവരിലേക്ക് ഇല്ലാതെ വരുമ്പോഴാണ് അവർ മനുഷ്യ ജഡീകരെ പോലെ ജീവിക്കുവാനായിട്ട് തുടങ്ങുന്നത്. എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംസാരിക്കുക. ഹല്ലേലൂയ. ദൈവമക്കളെ, ഏത് വിഷയത്തിൽ വേണമെങ്കിലും തലയിടുന്ന ഒരനുഭവം കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ചിലരൊക്കെ അങ്ങനെയൊക്കെയാ. എന്നാൽ ദൈവമക്കളെ, ഹല്ലേലൂയ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, സെക്കറിയാവ് ചോദിക്കുന്നു, ഞാൻ വൃദ്ധനും എന്റെ ഭാര്യ വൃദ്ധയുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, അവരുടെ വിചാരങ്ങൾക്കപ്പുറമായി ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങി. പ്രിയരെ, ഒരു മനുഷ്യന്റെ വിചാരമാണ് അവനെ ഭരിക്കുന്നത് എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. നമുക്കറിയാം, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 6-ാം അധ്യായത്തിൽ ഗിദെയോൻ ഹല്ലേലൂയ മിദ്യാന്യപ്പട ഒന്നടങ്കമായി വരുമ്പോഴും താൻ എന്താ ചെയ്തുകൊണ്ടിരുന്ന? മുന്തിരിച്ചക്കിന് അരികിലിരുന്നു കൊണ്ട് ഹല്ലേലൂയ ഗോതമ്പ് പാറ്റിക്കൊണ്ടിരുന്നതേ കാണുവാൻ കഴിയുന്നു. എന്നാൽ ദൈവമക്കളെ, എല്ലാവരും തന്നെ വിട്ടു പോകുമ്പോഴും ഹല്ലേലൂയ ഗിദെയോൻ ഹല്ലേലൂയ താൻ ചെയ്തുകൊണ്ടിരുന്ന വേലയിൽ താൻ ഹല്ലേലൂയ അത് പൂർത്തീകരിക്കുവാൻ വേണ്ടി താൻ ശ്രമിക്കുന്നത് ഇവിടെ കാണുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്.
ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നു, ഇസ്രായേലിന്റെ ന്യായപാലകനായി വീണ്ടെടുക്കുവാൻ പോകുകയാണ് എന്നത് അറിഞ്ഞുകൊള്ളണം. ഗിദെയോന് അത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഗിദെയോൻ അത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞില്ല. അത് തന്റെ നിലയും നിലവാരവും ആയിരുന്നു എന്നത് നാം അറിഞ്ഞുകൊള്ളണം. ഗിദെയോൻ പറയുന്നു, ഞാൻ മനശ്ശെ കുലമാണ്. പ്രൈസ് ദി ലോർഡ്. എന്താ പറഞ്ഞത്? ഞാൻ മനശ്ശെ കുലമാണ്, എന്റെ കുലം ചെറിയതാണ്. ഹല്ലേലൂയ. എന്റെ കുലം ചെറിയതാണ്. പ്രിയരെ, ഗിദെയോനെ പോലെ വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഗിദെയോനെ പോലെ പ്രൈസ് ദി ലോർഡ് നീ വിചാരിച്ചു കൊണ്ടിരിക്കുകയാണോ? ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഞാൻ ചെറിയവളാണ്, ഞാൻ എനിക്കൊന്നും പറയുവാനില്ല എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണോ എന്റെ പ്രിയ സഹോദരങ്ങളെ? ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ഗിദെയോൻ വിചാരിക്കുന്നത് പോലെയല്ല. പിന്നെയോ ദൈവം നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വരുന്നൊരു ദൈവമാ. പ്രൈസ് ദി ലോർഡ്. നിന്റെ കഷ്ടങ്ങളൊക്കെ മാറും, നിന്റെ ദുഃഖങ്ങൾ മാറും, നിന്റെ പ്രയാസങ്ങൾ മാറും, നിന്റെ ഈ പ്രയാസ പ്രതികൂല മേഖലകളിൽ നിന്നൊക്കെ മാറ്റമുണ്ടാകും കുഞ്ഞെ. ഹല്ലേലൂയ. ദൈവം നിന്നെ ഉയർത്തി മാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗിദെയോന്റെ വിചാരങ്ങളിൽ അത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ അത് തന്റെ നിലയും നിലവാരവും ആയിരുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അത് ഗിദെയോന്റെ ചിന്താമണ്ഡലത്തിലേക്ക് വന്നത് വിഷയമാ. അയ്യോ, ഞാൻ മനശ്ശെകുലത്തിൽ ഞാൻ ചെറിയവനാ, ഞാൻ ഏറ്റവും ചെറിയവനാ എന്ന് താൻ ചിന്തിക്കുന്നത്. എന്നാൽ ദൈവ പൈതലേ, ഗിദെയോന്റെ കുടുംബത്തിന്റെ എളിമത്വമാണത് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. പ്രിയരെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വിചാരങ്ങളെ, അല്ലെങ്കിൽ ആ സ്റ്റാറ്റസ് വിചാരങ്ങളെ ഭരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞേ, നീ ഗിദെയോനെ പോലെ വിചാരിച്ചു കൊണ്ടിരിക്കുകയാണോ? ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ദൈവം പ്രവർത്തിക്കുന്നത് കുടുംബ മഹിമ കണ്ടുകൊണ്ടല്ല, നിന്റെ ശ്രേഷ്ഠത കണ്ടുകൊണ്ടല്ല, നിന്റെ വിദ്യാഭ്യാസ മേഖലയെ കണ്ടുകൊണ്ടല്ല, നിന്റെ യാതൊന്നും നിന്റെ പ്രോപ്പർട്ടീസോ ഒന്നും കണ്ടുകൊണ്ടല്ല ദൈവം പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഹല്ലേലൂയ. കർത്താവ് കഷ്ട നേരത്തിൽ ഇറങ്ങി വരുന്നൊരു ദൈവമാ. ഒന്ന് വിളിച്ചാട്ടെ, ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, കർത്താവേ അങ്ങനോടുകൂടെ അങ്ങ് ഇറങ്ങി വരണമേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? എത്ര പേർക്ക് ദൈവസന്നിധിയിൽ നിലവിളിക്കുവാനായിട്ട് കഴിയും? ഹല്ലേലൂയ. കർത്താവേ അങ്ങ് ഇറങ്ങി വരണമേ എന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ആകയാൽ ഒരു കാര്യങ്ങളുടെ ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ സങ്കീർത്തന ഭാഗം 79-9 വാക്യം ഇങ്ങനെ പറയുന്നു, ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, നിന്റെ മഹത്വത്തിനായി ഞങ്ങളെ സഹായിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, നിന്റെ മഹത്വത്തിനായി ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ, ചുള്ളികൾ, നമ്മൾ വായിച്ച വേദഭാഗത്തേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. അവിടെ നാം വായിച്ചത് ചുള്ളികൾ കത്തും എന്നാണ്. നമുക്കറിയാം, ചുള്ളികൾ എന്ന് പറഞ്ഞാൽ ഈ വെയിൽ കാലത്തൊക്കെ എൻ്റെ പ്രിയരെ മരങ്ങളെല്ലാം അതായത് ചെടികളും എല്ലാം ഉണങ്ങിപ്പോകും. അതിനുശേഷമായി മരങ്ങളുടെ ഈ ചെറിയ കമ്പുണ്ടല്ലോ, അത് തൊട്ടാൽ മതി താഴെ വീഴും. അത് കത്തിക്കുകയാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് കത്തും. അതാണ് ചുള്ളി കത്തുന്നത് പോലെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ചില സമയത്ത് മഴക്കാലമൊക്കെ വരുമ്പോൾ നമുക്കറിയാം, നാട്ടിൻ പുറത്തുകാർക്ക് നല്ലതുപോലെ അറിയാം, എൻ്റെ പ്രിയരെ, തീ കത്തിച്ചാൽ കത്തത്ത് പോലുമില്ല. അത് എത്ര പണിപ്പെട്ടാലും തീ കത്തത്തില്ല. എന്നാൽ മണ്ണെണ്ണ ഒഴിച്ചും ഒക്കെ വളരെയേറെ പണിപ്പെട്ടാണ് അമ്മമാர்கள் ഈ എന്ത് ചെയ്യുന്ന അടുപ്പ് കത്തിക്കുന്നത്. അങ്ങനെ നമുക്കതൊക്കെ നമുക്ക് കണ്ടും കേട്ടും ഒക്കെ വളർന്നു വരുന്നവരാ. പക്ഷേ എന്നാൽ നല്ല ചുള്ളിക്കമ്പുണ്ടല്ലോ, പടപടന്ന് കത്തും. അതിൽ ശകേലം ഒരല്പം മണ്ണെണ്ണ ഒന്നടിച്ചാൽ മാത്രം മതി, അത് പ്രിയരെ, അത് വളരെ പെട്ടെന്ന് കത്തും. അതുപോലെയാ ഹല്ലേലൂയ ദൈവമക്കളെ, ഹല്ലേലൂയ, ചുള്ളി കത്തുന്നത് പോലെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ദൈവ പൈതലേ, ഹല്ലേലൂയ, ആത്മാവിൽ നിറവുള്ള ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ചുള്ളി കത്തുന്നത് പോലെ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കണം. ഈ നാളുകളായി ഇത് അന്ത്യകാലമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രൈസ് ദി ലോർഡ്, ചുള്ളി കത്തും പോലെ ആത്മാവിൽ നാം നിറഞ്ഞ ദൈവത്തെ ആരാധിക്കുവാൻ ഈ നാളുകളായി ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിലേക്ക് നാം അടുത്ത് വരണം. എൻ്റെ കഴിഞ്ഞ ഒരു ദിവസം എൻ്റെ ഒരു അഡ്മിൻ പ്രാർത്ഥിച്ചിട്ട് ഹല്ലേലൂയ എന്നോട് ഇങ്ങനെ പറയുകയുണ്ടായി, എൻ്റെ ആന്റി, ഞാൻ റൂമിനകത്ത് കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അറിയാത്ത ഭാഷകൾ എൻ്റെ നാവിലൂടെ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടപ്പോൾ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, എനിക്ക് വളരെ സന്തോഷമുണ്ടായി. ഹല്ലേലൂയ, നാം ഓരോരുത്തരും നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ചുള്ളി കത്തും പോലെ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ആത്മീക ജീവിതത്തെ ഹല്ലേലൂയ മുൻപോട്ട് കൊണ്ടുപോകാൻ ഈ നാളുകളായി ഹല്ലേലൂയ കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. നമുക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെലവഴിപ്പാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം മിനിഞ്ഞ
മിനിഞ്ഞാന്ന് രാത്രി 10:30 ശേഷമായിട്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടി സമയത്ത് ഞാൻ വചനം വായിക്കാൻ തുടങ്ങി. പ്രിയരെ, എൻ്റെ അടുത്തിരിക്കുന്ന, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ അടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ ദൈവമേ എന്തുമാത്രം ബുദ്ധിമുട്ട് എൻ്റെ അടുത്തിരുന്നോണ്ട് മൊബൈൽ നോണ്ടി എന്തെല്ലാം കാര്യങ്ങളാണെന്ന് അറിയാമോ, ശബ്ദമുണ്ടാക്കി ഓരോ കാര്യങ്ങൾ ചെയ്യും. എന്നാൽ ഞാൻ ആ സമയത്തൊക്കെ ഞാൻ ഇന്നലെ ഇന്നൊക്കെ ചെവിക്കകത്ത് ഇങ്ങനെ വിരലിട്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിക്കല്ല, വചനം വായിക്കും. കർത്താവേ, അതൊന്നും എൻ്റെ ചെവി കേൾക്കരുതേ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ 2 വിരൽ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും കൂടെ വിരലിട്ടിട്ട് ഞാനിങ്ങനെ പുസ്തകം വായിച്ചു തുടങ്ങി. പ്രിയ ദൈവമക്കളെ, ഞാനത് നിങ്ങളും എന്നെപ്പോലെ വായിക്കുന്നവരായിരിക്കും, പക്ഷേ ഞാൻ എൻ്റെ കാര്യമാണല്ലോ പറയുന്നത്. ഇന്നലെ ഞാൻ ഏതാണ്ട് 1 രാജാക്കന്മാരുടെ പുസ്തകം 10:30 ശേഷം എൻ്റെ ദൈവമക്കളെ ഞാൻ അതിന് ശേഷം ഒരു 1 മണിക്കൂർ വായിച്ചു. പിന്നെ നേരം വെളുത്തിന് കഴിഞ്ഞ് എനിക്ക് 8:30 ശേഷം ഒരു അല്പസമയം കൂടെ കിട്ടിയപ്പോൾ ഞാൻ ഒരു 20 അധ്യായം ഞാൻ വായിച്ചു തീർക്കുവാനായിട്ടിട ഇരുന്ന ഇരിപ്പിൽ വായിക്കുക. എൻ്റെ പ്രിയരെ, എന്തിനാ ഞാനിത് പറഞ്ഞ ചോദിച്ചാൽ, ചുള്ളി കത്തും പോലെ നാം കത്തുവാൻ ഏത് നിമിഷവും കർത്താവിന്റെ കാഹളത്തിന്റെ ശബ്ദം കേൾക്കും. പ്രിയരെ, ആത്മാവിൽ നിറവുള്ളവർക്കും ദൈവവുമായിട്ട് ബന്ധമുള്ളവർക്കും മാത്രമേ ആത്മനാഥന്റെ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുകയുള്ളൂ. അല്ലാത്തവർ കൈവിടപ്പെട്ടു പോകും എന്നത് ഞാൻ ഈ സമയം ഉറപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ. ഒരു നല്ല കർഷകനെ സംബന്ധിച്ചിടത്തോളം ചില്ലകൾ വെട്ടിക്കളയും. എൻ്റെ പ്രിയരെ, വേനലിൽ ചുള്ളികൾ ഒടിഞ്ഞ് താഴെ വീഴുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും. അതാണ് ഞാൻ പറഞ്ഞത്. ആ ചുള്ളിയൊക്കെ പിറക്കിക്കൊണ്ട് ഇങ്ങനെ കൈകൊണ്ട് ഒടിക്കുന്ന ചില ചെറിയ ചെറിയ ചുള്ളികളൊക്കെ നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവമക്കളെ, ദൈവം ഇറങ്ങി വന്നാൽ ഈ ചുള്ളിക്കകത്ത് എന്ത് സംഭവിക്കുന്നറിയാമോ? തീ പടർന്ന് കയറും. പ്രിയ ദൈവമക്കളെ, അത് നല്ലതുപോലെ കത്തും, അത് വെള്ളത്തെ തിളപ്പിക്കും. Hallelujah. Thank you, Holy Spirit. Hallelujah. വെള്ളം നന്നായിട്ട് തിളയ്ക്കും. പ്രിയ ദൈവ പൈതലേ, എത്ര പേർക്ക് സമർപ്പണമുണ്ട്, എത്ര പേർക്ക് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് എന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിക്കാണപ്പാ, ആത്മാവിന്റെ നിറവിലെന്നെ നിറയ്ക്കണമേ എന്ന് എത്ര പേർക്ക് പറയുവാൻ, എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയും. ബലഹീനമായ നമ്മെ, എന്റെ പ്രിയരെ, ഒന്നിനും ഉപയോഗമില്ലാതിരുന്ന നമ്മെ കർത്താവ് വിളിച്ച് വേർതിരിച്ചത് കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ഒരു കാലത്ത് നാം ആർക്കും പ്രയോജനമുണ്ടായിരുന്നവരല്ല, ഒന്നിനും പ്രയോജനമുണ്ടായിരുന്നവരല്ല. എന്നാൽ ദൈവം നമ്മളെ കൂട്ടിച്ചേർത്തത് അരുമനാഥനെ സ്തുതിക്കാൻ വേണ്ടിയാ. കർത്താവ് നമ്മളെ ഉപയോഗിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, വിലയുള്ള പാത്രമാക്കി നമ്മളെ മാറ്റിയിരിക്കുകയാണ്. അല്ല, എവിടെയോ വിലയില്ലാതെ കിടന്ന നമ്മെ വിലയുള്ളവരാക്കി കർത്താവ് മാറ്റിയിരിക്കുന്നു എങ്കിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി നീ പ്രയോജനപ്പെടണം. അനേകരെ എനിക്ക് പറയുവാനായിട്ട് കഴിയും. ആദ്യ നൂറ്റാണ്ടുകളിൽ അല്ലെങ്കിൽ ലഭിച്ചതായ ആത്മീയ കൃപകളും വരങ്ങളും ഇപ്പോഴും ഇല്ലാതെയായിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. മാത്രമല്ല ദൈവമക്കളെ, പാരമ്പര്യമായിട്ട് ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നവർ പോലും എപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അല്ലെങ്കിൽ അവരൊക്കെയും കർത്താവിന്റെ നാമത്തെ വിട്ടിട്ട് അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നത് കാണുവാൻ കഴിയും. അന്യ ദൈവങ്ങളെ ആരാധിക്കുവാനായിട്ട് ആ ദൈവമക്കളെ അവരുടെ മറ്റുള്ളവരെ പോലെ, ജാതികളെ പോലെ, ചെടികളെ പോലെ അവർ കയറി ഇറങ്ങുന്നത് കാണുവാൻ കഴിയുന്നത് എത്രയോ പേരെ കുറിച്ച് നമുക്ക് പറയുവാനായിട്ട് കഴിയും. എന്നാൽ സഹോദരങ്ങളെ, കർത്താവ് നമ്മിലേക്ക് ഇറങ്ങി വന്നാൽ, ആ ദൈവിക സാന്നിധ്യം ഒരിക്കലെങ്കിലും നമ്മിലേക്ക് ഇറങ്ങി വന്നാൽ, അതേ പ്രിയരെ, മുറുകെ പിടിച്ചു കൊള്ളണം. കർത്താവിന്റെ ആ സാന്നിധ്യത്തെ മുറുകെ പിടിക്കണം. ഒരിക്കലും ആ ദൈവിക സാന്നിധ്യം നമ്മളെ വിട്ടു പോകുവാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മേൽ അഭിഷേകത്തിന്റെ ശക്തി ഈ നാളുകളായി ഇറങ്ങി വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, എത്ര പേർക്ക് സമർപ്പണമുണ്ട്. പ്രിയരെ, നിന്റെ അവസ്ഥ മാറും, നിന്റെ കഷ്ടങ്ങൾ മാറും, രോഗങ്ങൾ മാറും. ഹല്ലേലൂയ. പലവിധമാകുന്ന രോഗത്താൽ ബാധിക്കപ്പെട്ടവരായി ഹോസ്പിറ്റലിൽ മറ്റുമൊക്കെയായി അഭയം പ്രാപിക്കുന്നവരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. രോഗത്താൽ ബാധിക്കപ്പെട്ടവരായി, അയ്യോ എന്റെ രോഗം മറ്റുള്ളവരോട് എനിക്ക് പറയുവാൻ കഴിയുകയില്ല എന്ന് ഓർത്ത് ഭാരപ്പെടുന്ന കുഞ്ഞേ, ഇന്ന് ഈ വൈകിയ വേളയിൽ യേശു കർത്താവ് നിന്റെ അരികിലേക്ക് ഇറങ്ങി വരികയാ. ഹല്ലേലൂയ. നീ ചോദിച്ചാൽ മതി, കർത്താവ് നിന്റെ സന്നിധിയിലേക്ക്, നിന്റെ അരികിലേക്ക് ഇറങ്ങി വരുന്ന തന്നെ അല്ലെങ്കിൽ നിന്റെ വിഷയത്തിനൊരു മാറ്റം വരുത്തുവാനാ, നിന്നെ അനുഗ്രഹിച്ച് മാനിക്കുവാൻ വേണ്ടിയാ. എത്ര പേർക്ക് വിശ്വാസത്തോടു കൂടെ ഏറ്റെടുക്കുവാൻ കഴിയും? നിന്റെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ദൈവം ഇറങ്ങി വരണം, കർത്താവ് ഇറങ്ങി വരണം. ഹല്ലേലൂയ. കർത്താവ് ഇറങ്ങി വന്നാൽ പൂർണ്ണമായും നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാകും. തീ കത്തുവാൻ തുടങ്ങും. ഹല്ലേലൂയ. തീ കത്തുവാൻ തുടങ്ങും. ഇവിടെ തീ കത്തിയാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ,
ദേശത്തിന്റെ നാനാഭാഗത്ത് എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും ശരി, ദൈവ പൈതലെ വിടുതൽ നിശ്ചയമാ, അത്ഭുതങ്ങൾ നിശ്ചയമാ, ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. പ്രിയരെ, ദൈവത്തിനായി എത്ര പേർക്ക് ജ്വലിക്കുവാൻ ഹല്ലേലൂയ സമർപ്പണമുണ്ട്. നാം ദൈവത്തിന് വേണ്ടി ജ്വലിക്കുന്നവരായി മാറണം. അത് ഭയങ്കര അത്ഭുതമായി മാറും. യേശു ഇറങ്ങി വന്നാൽ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവ പൈതലെ ഓരോരുത്തരിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് ഹല്ലേലൂയ എല്ലാവരിലേക്കും വ്യാപരിക്കട്ടെ, ചുള്ളി കത്തുന്നത് പോലെ. പ്രൈസ് ദി ലോർഡ്. എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കാൻ പോകുക. ചുള്ളി കത്തുന്നത് പോലെ ദൈവത്തിനായി കത്തി ജ്വലി ദൈവമക്കളെ, ഏത് പ്രതിസന്ധി കടന്നു വന്നാലും, ഓളങ്ങളും തിരമാലകളും പോലെ പ്രശ്നങ്ങൾ അലയടിച്ചുയരുമ്പോഴും പ്രൈസ് ദി ലോർഡ് അതിനെയൊക്കെ തരണം ചെയ്യുവാനുള്ള സ്വർഗീയ കൃപ ദൈവം നമുക്ക് തരണമേ എന്ന് ഓർത്ത് ഈ നാളുകളായി മുട്ടിന്മേൽ നിന്ന് ഹല്ലേലൂയ ദൈവ പൈതലേ പ്രാർത്ഥിക്കുക, നിലവിളിക്കുക. നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവ പൈതലേ നമുക്ക് ഈ നാളുകളായി പ്രാർത്ഥനയിൽ നമുക്ക് ശക്തിപ്പെടാം. ദൈവം നമ്മെ എല്ലാവരും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇത് അന്ത്യകാലമാണ് ദൈവമക്കളെ. അരുമനാഥന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്നത് നാം അറിഞ്ഞുകൊണ്ട് തന്നെ കർത്താവിന് വേണ്ടി നാം ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രിയരെ, നാം കേട്ട വചനം നമുക്കൊരു നന്മയായി മാറട്ടെ, ഒരു അനുഗ്രഹമായി മാറട്ടെ, അത്ഭുതമായി മാറട്ടെ. ദൈവ പൈതലെ, ഈ നാളുകളായി പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും ഒരുപോലെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഷ്ടങ്ങൾ വന്നാലും ശരി, നഷ്ടങ്ങൾ വന്നാലും ശരി, ഏത് പ്രയാസ പ്രതികൂല മേഖലയായിരുന്നാലും അതിനെയൊക്കെ തരണം ചെയ്യുവാൻ പ്രാർത്ഥന എന്ന കവചം ധരിച്ചവരായി നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം നമ്മെ എല്ലാവരെയും ഹല്ലേലൂയ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചും കൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഇരിക്കുന്ന ഇടത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, അപ്പ ഞങ്ങൾ കേട്ടതായി ഈ വചനത്തിന് മുൻപിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുകയാണ്. അനുഗ്രഹിച്ച് മാനിക്കണം കർത്താവേ. ഹല്ലേലൂയ. ചുള്ളി കത്തും പോലെ ഈ നാളുകളായി കർത്താവിന് വേണ്ടി ജ്വലിക്കുന്നവരായി തീരുവാൻ, ദൈവത്തിന് വേണ്ടി പ്രകാശിക്കുന്നവരായി തീരുവാൻ, അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുന്നവരായി തീരുവാൻ, ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് സത്യ സുവിശേഷം വിളിച്ചു പറയുന്നവരായി തീരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കണം, മാനിക്കണം. ഇന്ന് വചനം കേട്ട എല്ലാവർക്കുമായി സ്തോത്രം. അനുഗ്രഹിച്ചാട്ടെ. വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം. കൃപയ്ക്കുള്ളിൽ അപ്പച്ചൻ പുതിയ രക്തത്താൽ കഴുകുമ്പോൾ തരണം. സകല നന്മകളെ കൊണ്ട് കർത്താവ് നിറയ്ക്കണം. സകലതും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, എനിക്ക് ഇങ്ങനെ ഒരു നല്ല അവസരം ഒരുക്കി തന്ന പ്രിയ സാജു ബ്രദറിനോടും കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഒരു ഗസ്റ്റായിട്ട് മനോജ് ബ്രദറെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ മെസ്സേജ് ആരംഭം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനേക ആയിരങ്ങൾക്ക് ഇത് വിടുതലായി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് റോസ് ഫാമിലിയുടെ നാമത്തിലുള്ള നന്ദി ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ ദൈവമക്കളെ, എൻ്റെ ഷോർട്ട് മെസ്സേജസ് ആവശ്യമുള്ളവർ യൂട്യൂബിൽ ചെന്നിട്ട് റോസ്ലിൻ സുരേഷ് ഈറോഡ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടും റോസ്ലിൻ സുരേഷ് ഒഫീഷ്യൽ എന്ന് പറയുന്ന 2 യൂട്യൂബ് ചാനൽ അത് സജീവമാണ്. അവിടെ എൻ്റെ ഷോർട്ട് മെസ്സേജസ് നിങ്ങൾക്കുണ്ടായിരിക്കും. എന്നും കണ്ടുകൊണ്ട് കയറി വന്നിരുന്നുകൊണ്ട് ആവശ്യമില്ലാത്ത കമൻസുകൾ വേണ്ട. അത് ഞാൻ പലപ്പോഴും പല ദൈവദാസന്മാരെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രദ്ധിക്കുകയുണ്ടായി. ഞാൻ ആർക്കും ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എല്ലാവർക്കും ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു എന്ന് മാത്രം റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ദൈവദാസന്മാർ, എൻ്റെ സഹോദരങ്ങൾ ഒക്കെയാണ് റോസ് ഫാമിലി പ്രസംഗിക്കുന്നത്. അവരുടെ പ്രസംഗം കേട്ടിട്ട് അനാവശ്യമായ കമൻസുകൾ ഇട്ട ദൈവദാസന്മാരുണ്ട്. ഞങ്ങൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നവരല്ല കേട്ടോ, ഒരിക്കലും ഇല്ല. ഒരു വ്യക്തിയെങ്കിലും ദൈവത്തിന് വേണ്ടി ജീവിക്കട്ടെ എന്ന ഓർത്ത് സത്യ സുവിശേഷത്തിന് ചെവി കൊടുക്കുവാൻ അവരെ കൂടെ ഞങ്ങൾ കർത്താവിൻ്റെ അരികിലേക്ക് മാടി വിളിക്കുന്നവർ മാത്രമാണ്. ഒരു ഉപദ്രവം ആർക്കും ചെയ്യാറില്ല എന്നത് അറിയിക്കുകയും കൂടെ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളെ കൂടെ ഞങ്ങൾ ക്ഷണിക്കുന്നു. കർത്താവ് എല്ലാവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുക. അടുത്ത ആഴ്ചയിൽ, അതായത് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ എൻ്റെ സമയം ഞാൻ എന്തായിരിക്കും എന്നുള്ളത് സാജു ബ്രദറിനെ അറിയിക്കുന്നതായിരിക്കും. കാരണമുണ്ട്, അത് എപ്പോഴും പിന്നീട് ഞാൻ അറിയിക്കാം. അങ്ങനെ ഞാൻ അറിയിച്ചുകൊണ്ട് തന്നെ അടുത്ത മെസ്സേജിൽ അടുത്ത ആഴ്ചയിൽ കടന്നു വരും. ദൈവമായ കർത്താവ് സകലരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്.